Bro, first were against and said semen retention war bullshit. But now way you are promoting. അതായത് ഞാനല്ലല്ലോ പറയുന്നേ, ഞാനാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്കുകാർ ചെയ്തു, പുരാതന മനുഷ്യർ ചെയ്തു എന്നല്ലേ പറയുന്നത്. ഗെറ്റ് എനി പേഴ്സണൽ ബെനിഫിറ്റ് ഫ്രം ദിസ്. അതായത് ഇതിനെ ഫ്രസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് മൊത്തം അടിസ്ഥാനപരമായിട്ട് യുദ്ധത്തിന് വേണ്ടിയാണ്. അതായത് ഒരു രാജ്യത്തുള്ള ആളുകൾ ഈ സ്വയംഭോഗം പോലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചോ, ഈ പുരുഷന്മാർ മൊത്തം സെക്സ് ചെയ്താൽ ഇവർക്ക് കിട്ടേണ്ടത് മൊത്തം കിട്ടി, അപ്പോൾ ഇവർക്ക് തൃപ്തി വരും, അപ്പോൾ ഫ്രസ്ട്രേഷൻ കാണത്തില്ല. ഫ്രസ്ട്രേഷൻ ഇല്ലാത്ത പുരുഷന്മാരെ കൊണ്ട് യുദ്ധത്തിന് പോയാൽ യുദ്ധം പരാജയപ്പെടും. അപ്പോൾ യുദ്ധം ജയിക്കണമെങ്കിൽ ഒരു രാജ്യത്തുള്ള പുരുഷന്മാർക്ക് തൃപ്തി കിട്ടാൻ പാടില്ല, അതായത് തൃപ്തി കിട്ടാൻ പാടില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് പറയും ഈ സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? സ്വയംഭോഗം ചെയ്താൽ യവന്മാരെ യുദ്ധത്തിന് കൊണ്ടുപോയാൽ യവന്മാർക്കൊരു മൂഡും കാണില്ല യുദ്ധം ചെയ്യാൻ. അപ്പോൾ സെക്സ് ചെയ്യാൻ സമ്മതിക്കാതെ എഴുതി വയ്ക്കും, സ്വയംഭോഗം ചെയ്താൽ നരകത്തിയിട്ട് കരിക്കും. അപ്പോൾ ഇവനെ കുട്ടിക്കാലത്തെ ഈ മെരുക്കി പേടിപ്പിച്ച് വയ്ക്കും, സ്വയംഭോഗം വലിയ പാപമാണ്, തെറ്റാണ്. അപ്പോൾ ഇവർ ചെയ്യാതിരിക്കും, കാരണം ചെയ്തു കഴിഞ്ഞാൽ നരകത്തിയിട്ട് തീയിട്ട് കരിക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൻ ചെയ്യാതിരിക്കുമ്പോൾ ഇവന് ഫ്രസ്ട്രേഷൻ കൂടും. അപ്പോൾ രാജാവ് പറയും, അപ്പുറത്തെ രാജ്യം ആക്രമിച്ച് അവിടെയുള്ള സ്ത്രീകളെയൊക്കെ റാപ്പ് മ്യൂസിക് ചെയ്തോളാൻ പറയും. റാപ്പ് മ്യൂസിക് ഉണ്ടല്ലോ, അത് ചെയ്തോളാൻ പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പട്ടാളക്കാരായിട്ടുള്ള ആളുകൾ നിരന്ന് നിൽക്കുമല്ലോ, ഇവരുടെ ടാർഗറ്റ് എന്താണ്? യവന്മാർക്ക് ഈ നിരന്ന് നിൽക്കുന്ന ഭയങ്കര ദേഷ്യത്തോടു കൂടി യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന പട്ടാളക്കാർ ഒന്ന് സെക്സ്വൽ ഫസ്ട്രേറ്റഡ് ആണ്. ഇവർ അപ്പുറത്തെ ആളുകളെ അറ്റാക്ക് ചെയ്യുന്നത്, അവിടെ ഉള്ള പുരുഷന്മാരെ അറ്റാക്ക് ചെയ്ത് അവിടെയുള്ള സ്ത്രീകളെ റാപ്പ് മ്യൂസിക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു ടൂളായിട്ടാണ് ഇതൊക്കെ, അടിസ്ഥാനപരമായിട്ട് യുദ്ധത്തിന് വേണ്ടിയുള്ളൊരു ടൂളായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഫ്രസ്ട്രേഷനാണ്. അല്ലാതെ ഈ പറയും പോലെ ബുദ്ധി കൂടും, കണ്ണിന് കാഴ്ച കൂടും, അതൊക്കെ തെറ്റാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷനാണ്. പിന്നെ രണ്ടാമത് ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം സൊസൈറ്റിക്ക് വേണ്ടിയാണ്. അതായത് എനിക്ക് ഈ ചരിത്രപരമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് അറിയാം. ഒരു രാജ്യത്തുള്ള പുരുഷന്മാർ ഇത് ചെയ്യാതിരുന്ന രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്ന ഒന്ന് ഓവർ പോപ്പുലേഷനും പുരുഷന്മാർ ഈ സെമൻ റിട്ടൻഷനും ചെയ്ത ആ സൊസൈറ്റി ക്രൈം റേറ്റ് കുതിച്ചു വരും. രണ്ടാമത്തെ കാര്യം റേപ്പ് കൂടും. അപ്പോൾ എനിക്ക് ബോധമുണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഓവർ പോപ്പുലേറ്റഡ് ആണ്. അപ്പോൾ ഈ ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നോ ഫാപ്പ് സെമൻ റിട്ടൻഷൻ പോലൊരു കാര്യം ഞാൻ പ്രൊമോട്ട് ചെയ്താൽ ആളുകൾ ഇത് ചെയ്യാതിരുന്നാൽ ഫ്രസ്ട്രേഷൻ കൂടും. ഓവർ പോപ്പുലേറ്റഡ് ആണ്. സെക്സ് കിട്ടാതാകുമ്പോൾ ആളുകൾക്ക് ദേഷ്യം കൂടുമ്പോൾ അവർ അറ്റാക്ക്. അതാണ് ഒരു ചില പ്രത്യേക മതങ്ങളിലുള്ള ആളുകൾ വയലൻ്റ് ആണെന്ന് ആളുകൾ പറയാറുണ്ടല്ലോ. അതായത് ഇന്ന മതത്തിൽപ്പെട്ട ആളുകൾ വയലൻ്റ് ആണ്. ആ മതത്തിൽപ്പെട്ട ആളുകൾ ഈ സ്വയംഭോഗം ഒന്നും ചെയ്യാറില്ല. കാരണം എന്താണ്? പേടിച്ച് നരകത്തിയിട്ട് കരിക്കുമെന്ന് പറയുമ്പോൾ പേടിക്കുക. അപ്പോൾ ഇവർ സെക്സ് ചെയ്യാതിരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ കാറും. അതുകൊണ്ടാണ് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾക്ക് ദേഷ്യം കൂടുതലാണ്, വയലൻസ് കൂടുതലാണെന്നൊക്കെ പറയുന്നത് ഇത് പിടിച്ചു വയ്ക്കണതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല. അതായത് ഓവർ പോപ്പുലേഷൻ ഇല്ലെങ്കിലും ഞാൻ അത് പറഞ്ഞാണ്. പക്ഷേ ഇത് ഓവർ പോപ്പുലേഷനുമാണ്, അതിൻ്റെ കൂടെ ഫ്രസ്ട്രേഷനും കൂടിയ ക്രൈം റേറ്റ് കൂടും, റേപ്പ് കൂടും. അപ്പം ഞാൻ പറഞ്ഞ എന്താണ്? ലോൺ സെക്സ്. ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു പാർട്ട്ണറുടെ കൂടെ ചെയ്യുന്നത് മാത്രമല്ല, ഒറ്റയ്ക്കും ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്ത് പറ്റും? ഈ ആളുകൾ മൊത്തം ഒറ്റയ്ക്കിരുന്നിട്ട് ചെയ്താൽ ഈ പുറത്തിറങ്ങിയിട്ട് വയലൻസ് കുറയും. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീകളെ ഇന്ന് റേപ്പ് ചെയ്യണ്ടല്ലോ. ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഞാനിത് പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യം, ആളുകൾ മൊത്തം ഈ ഒറ്റയ്ക്ക് ഈ സ്വയംഭോഗം ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് തന്നെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ബാക്കിയുള്ളവരുടെ മണ്ടയ്ക്ക് എന്ന് കയറേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ആ ഒരു വ്യൂ പോയിന്റിലാണ് പറഞ്ഞത്. ഇതൊരു ബെനിഫിറ്റ് അല്ല, ഇതൊരു ഫ്രസ്ട്രേഷനാണ്, കിട്ടാതാവുമ്പോൾ ഉള്ള ഒരു ഫ്രസ്ട്രേഷൻ. രണ്ടാമത്തെ കാര്യം, ഈ കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി, ഈ മേറ്റിന് വേണ്ടിയാണല്ലോ ബയോളജിക്കലി ജീവികൾ കോമ്പറ്റീഷൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സെക്സ് കിട്ടാതാകുമ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ശരീരം നിങ്ങളെ മാക്സിമം പ്രേരിപ്പിച്ച് നിങ്ങളുടെ ഒരു മാക്സിമം വെർഷനിലോട്ട് എത്താൻ, അതായത് കോമ്പറ്റീഷൻ ചെയ്യിപ്പിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ സെക്സ് കിട്ടാൻ വേണ്ടി ഓപ്പോസിറ്റുള്ള ആൾ നിങ്ങളെ ആകർഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ മാക്സിമം ഒരുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ സെക്സ് കിട്ടൂല. അപ്പോൾ ശരീരം ഓപ്പോസിറ്റ് ഉള്ള സ്ത്രീകളടുത്ത് നിങ്ങളടുത്ത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തും തീർച്ചയായിട്ടും. പക്ഷേ ഇത് അപകടമാണ്. അതാണ് ഞാൻ പറയുന്നത്.
അല്ല ഇതിനെക്കുറിച്ച് ഇതൊരു ഫ്രസ്ട്രേഷനാണ്, മനസ്സിലായില്ലേ? അല്ല, നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതൊരു ബെനിഫിറ്റ് അല്ല. ഇതൊരു ബെനിഫിറ്റ് ആവണമെങ്കിൽ നമ്മൾ വല്ല ഗോത്ര ജീവിയായിരിക്കണം. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇപ്പോൾ ഈ കേരളത്തിലുള്ള പുരുഷന്മാർ മൊത്തം നാളെ മുതൽ ഇത് ചെയ്യാതിരുന്ന ഭയങ്കര പണിയാവും, വയലൻസ് കൂടും. ഒരു 6 മാസം ഇത് ചെയ്യാതിരുന്ന ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാണ്, ആളുകൾ വയലൻസ് കൂടും. രണ്ടാമത്തെ കാര്യം റേപ്പും കൂടും. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാമെന്ന്. കാരണം ഇത് ഞാനിപ്പോൾ അറിയണം, ഈ ബസ്സുകളിലൊക്കെ കയറുമ്പോൾ പല ആളുകളൊക്കെ അനുഭവങ്ങൾ പറയുമല്ലോ, ബസ്സിൽ തന്നെ കയറുക, സ്ത്രീകൾക്കെതിരെ ശല്യം ചെയ്യുക, ഇതൊക്കെ കുറയ്ക്കാമല്ലോ. അതിനു വേണ്ടിയും കൂടെയാണ് ഞാൻ അത് പറഞ്ഞത്, ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. ഈ സൊസൈറ്റിയുടെ നിലനിൽപ്പ്, സൊസൈറ്റിയുടെ ഹെൽത്ത്, ക്രൈം റേറ്റ് കുറയ്ക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ജയിലിൽ പോകുമല്ലോ, ജയിലിലൊക്കെ ഈ ലൈംഗികത കുറയ്ക്കാൻ വേണ്ടിയുള്ള, താൽക്കാലികമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഈ ജയിലിലുള്ള കുറ്റവാളികൾക്ക് ഈ ഫ്രസ്ട്രേഷൻ കൂടിയ, സെക്സ്വൽ ഫ്രസ്ട്രേഷൻ കൂടിയ ജയിലിനകത്ത് ഫൈറ്റ് കിടക്കും ഭയങ്കര. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ, താൽക്കാലികമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ജയിലുകളിലൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വ്യക്തികളുടെ ഗുണത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ടോട്ടൽ സൊസൈറ്റിയുടെ. ഇപ്പോൾ ആളുകൾക്ക് മൊത്തം ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന് ഫ്രസ്ട്രേഷൻ കൂടി അത് ചെയ്താൽ സൊസൈറ്റി കൊളാപ്സ് ആകും. അപ്പം ഞാൻ ആളുകളുടെ ഗുണത്തിനെക്കുറിച്ച് പറയണോ അതേ സൊസൈറ്റിയുടെ മൊത്തം ഹെൽത്തിനെ കുറിച്ച് പറയണം? നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ 360 ഡിഗ്രി ആംഗിളിൽ പരിശോധിച്ചിട്ടേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഇത് നാളെ മുതൽ എല്ലാവരും പിടിച്ചു വെച്ചുകൊണ്ടിരുന്നോ ബെനിഫിറ്റ് എന്ന് പറയും. 6 മാസം കൊണ്ട് ക്രൈം റേറ്റ് കുതിച്ചു വരും, ഇവിടെ റേപ്പ് കൂടും. അപ്പോൾ അതിനാരും ഉത്തരവാദിത്വം പറയും? അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ശേഷിയില്ലാത്തവന്മാരാണ് വെറുതെ മൈക്കും തുറന്നു വെച്ചിട്ട് ആ ധൈര്യമായിട്ട് നാളെ മുതൽ പിടിച്ചു വെച്ചോ എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞു, പുരാതന കാലത്ത് ഇങ്ങനെയാണ്, ആ വിഷയങ്ങൾ പറഞ്ഞതാണ്. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ള. ഞാൻ പറഞ്ഞല്ലോ, ഇത് മൊത്തം ഉണ്ടാക്കിയത് അപ്പുറത്തെ രാജ്യത്തെ യുദ്ധങ്ങളാണല്ലോ. പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് യുദ്ധമാണ്. അപ്പോൾ അപ്പുറത്തെ രാജ്യത്ത് ആക്രമിക്കാൻ വേണ്ടി പുരുഷന്മാർക്ക് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇന്നിങ്ങനെ യുദ്ധമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് അതങ്ങനെ ആവശ്യമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അല്ല, ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞൂടാത്ത ആളൊന്നുമല്ല, സൊസൈറ്റിക്ക് വേണ്ടിയാണ്. അതൊരു തെറ്റായ മെസ്സേജാണ്. നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല, ഞെട്ടിക്കും ക്രൈം റേറ്റൊക്കെ കൂടുന്ന കണ്ട. ഈ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതായത് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ചെറിയ കാര്യത്തിന് പോലും ആൾക്കാർ കൊല്ലുകയൊക്കെ ചെയ്യും. അതായത് നടന്നു പോയി 2 സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഉള്ള ആളുകൾ റോഡിൽ കൂടെ നടന്നു പോയെന്ന് വിചാരിച്ചോ, ഒരാളുടെ തോൾ മറ്റൊരാളുടെ തോളിൽ തട്ടിയാൽ എന്തിനാ തോളിൽ തട്ടി എന്ന് പറഞ്ഞ് ചിലപ്പോൾ കൊന്നുകളയും. കാരണം അത്ര ഫ്രസ്ട്രേഷൻ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു രാജ്യത്തെയുള്ള ക്രൈം റേറ്റ് കുറയ്ക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഈ സ്വയംഭോഗം, ലോൺ സെക്സ് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ക്രൈം റേറ്റ് കുറയ്ക്കുക. അത് ഏത് രാജ്യമാണ് ഓവർ പോപ്പുലേറ്റഡ്, അതായത് ഒരു ചെറിയ സ്ഥലത്ത് തിങ്ങി നിരങ്ങി ഈ പെരുകി കിടക്കുമല്ലോ, ഈ ചെറിയ, അതായത് ഈ ജനസാന്ദ്രത എന്ന് പറയും, ഈ സ്ഥലം വലുതായിട്ടില്ല, ചെറിയ സ്ഥലത്ത് തിങ്ങി നിരങ്ങി പെരുകി കിടക്കുമ്പോൾ അവിടെ ഇത് ഗുണമാണ്, റേപ്പ് കുറയ്ക്കാനും ക്രൈം കുറയ്ക്കാനും. ഇത് ക്രൈം കുറയ്ക്കാൻ പറ്റിയൊരു ബെനിഫിറ്റാണ് ഈ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ആളുകളെയൊക്കെ ചെയ്യാൻ പഠിപ്പിച്ച ക്രൈം റേറ്റ് കുറയും. അല്ലാതെ ഈ വ്യക്തിപരമായിട്ടുള്ള ആളുകളുടെ ബെനിഫിറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സൊസൈറ്റിയെക്കുറിച്ചാണ് അന്ന് പറഞ്ഞത്. ഈ ഫ്രസ്ട്രേഷൻ എങ്ങനെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാം, അത് ടോട്ടൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിക്കും. ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോണൊക്കെ കുറച്ച് കുറഞ്ഞ ആളുകളാണെങ്കിൽ വലിയ പ്രശ്നമില്ല, ടെസ്റ്റോസ്റ്ററോൺ കൂടിയ ആളാണെങ്കിൽ പണിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്രസ്ട്രേഷൻ വയലൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പണ്ട് ഈ അപ്പുറത്തെ രാജ്യത്തുള്ളവന് വേണ്ടി യുദ്ധം ചെയ്യാനാണ് ഈ ഫ്രസ്ട്രേഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഇത് പണ്ടുള്ള ആളുകൾ ഇത് കണ്ടെത്തി. അതായത് ഈ സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾ, ഒരു പുരുഷന്മാർക്ക് മൊത്തം ഫ്രീ ആയിട്ട് സ്വയംഭോഗം ചെയ്താൽ അനുവദിച്ച, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഉദാഹരണം പറഞ്ഞ പോലെ പറയാം. അതായത് 2 രാജ്യങ്ങൾ, ഒരു രാജ്യത്തെ ഉള്ള നിയമം അവിടെയുള്ള പുരുഷന്മാർക്ക് ഈ സ്വയംഭോഗത്തിന് വിലക്കൊന്നുമില്ല, ഇഷ്ടമുള്ള പോലെ ആസ്വദിക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഇവന്മാർ സ്വയംഭോഗം ചെയ്യും. മറ്റൊരു രാജ്യത്ത് സ്വയംഭോഗം ചെയ്താൽ ദൈവം നരകത്തിയിട്ട് കരിക്കുമെന്ന് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ രാജ്യത്തുള്ള ആളുകൾ സ്വയംഭോഗം ചെയ്യത്തില്ല. ഇവന്മാർ 2 യുദ്ധം വന്നാൽ സ്വയംഭോഗം ചെയ്യാതെ നിൽക്കുന്നവർ വിജയിക്കും. കാരണം അവന് ഫ്രസ്ട്രേഷൻ ഉണ്ട്, ഇവന് ഫ്രസ്ട്രേഷൻ ഇല്ല. ഇതൊക്കെ സ്ട്രാറ്റജിയാണ്, അന്നുള്ള ഫിലോസഫേഴ്സും ആളുകളൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ നാളെ മുതൽ ഇതങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ആളുകൾ മൊത്തം ഇത് ചെയ്യാതിരുന്ന് ഒരു 6 മാസം കൊണ്ട് സൊസൈറ്റി കൊളാപ്സ് ആവും. ചെറിയ കാര്യത്തിന് പോലും ആളുകൾ വളരെ വൈലൻറ്റും ആവും, കൊല്ലാനൊക്കെ ശ്രമിക്കും. രണ്ടാമത്തെ കാര്യം, റേപ്പ് കൂടും. അപ്പോൾ ഇതിനാരാണ് സമാധാനം പറയുന്നത്? ഇത് എന്തിനാണെന്ന് അറിയണം. ഇത് ഹിസ്റ്ററി അറിഞ്ഞൂടെ, ഒരു മാങ്ങാത്തൊലി അറിഞ്ഞൂടാതെയാണ് കുറേ എണ്ണം ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഈ വിഷയങ്ങൾ മൊത്തം.
വളരെ ഡേഞ്ചറാണ് ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതുണ്ടാക്കിയത് ഇത് നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് എന്തിനാണെന്നും കൂടെ തിരിച്ചറിയണം. ഇത് എന്തിനാണ് പണ്ടുള്ള ആളുകൾ ഇതിനൊരു ഉപയോഗിച്ചത്. ഇത് ഒരു വ്യക്തിപരമായിട്ട് വ്യക്തിത്വമൊന്നുമില്ല. ഞാനത് ഒരു ഫ്രീ തിങ്ക് റിയാക്ഷനിൽ അഖിൽമാരാരുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വ്യക്തിത്വം അങ്ങനെയൊന്നുമില്ല. അതായത് ചുരുക്കത്തി ഇത് ഫൈറ്റ് ചെയ്യാൻ വയലൻസ് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ചില ഫൈറ്റേഴ്സൊക്കെ പറയുമല്ലോ, ഈ മറ്റേ MMA ഫൈറ്ററോ മത്സരത്തിനൊക്കെ മുമ്പ് യവന്മാർ ഇത് ചെയ്യാതെ ഇരിക്കും. കാരണം എന്താണ്, സെക്സ് കിട്ടാതാകുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ കാണാം. അപ്പോൾ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ അവിടെ യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അല്ല, ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമായിട്ട് ഇന്നുള്ള സൊസൈറ്റി ചെയ്തെടുക്കാൻ പറ്റിയ കാര്യമല്ല. അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ സൊസൈറ്റി തകരും. റേപ്പ് കൂടും, സ്ത്രീകൾക്കെതിരെയുള്ള റേപ്പ് പോലുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടും. അപ്പോൾ ഇതിനൊക്കെ ആരാണ് സമാധാനം പറയുക? അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ആദ്യം എതിർത്തത്. പിന്നെ ഇപ്പം പറഞ്ഞത് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞല്ലല്ലോ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കാര്യം, ഹിസ്റ്ററിയിൽ ഇങ്ങനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ നിങ്ങളോട് പറയുന്നു നാളെ മുതൽ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയാത്തതിൻ്റെ കാരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ. പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി നശിക്കും. ഫ്രീ ആകുമ്പോൾ ഇടാം ഫ്രീ തിങ്ക് റിയാക്ഷനിലൊക്കെ. ഫ്രസ്ട്രേഷൻ ഡെഫിനറ്റ്ലി എക്സിസ്റ്റ്, ബട്ട് സം ആർ സേയിങ് ദേ ആർ ഗെറ്റിംഗ് സ്പിരിച്വൽ ബെനിഫിറ്റ്. അല്ല, അത് വേറെ തലമാണ്. അതായത് ബ്രഹ്മചര്യയെക്കുറിച്ചല്ലേ പറയുന്നത്. അതെന്ന് പറയുന്നത് ഇപ്പം നേരത്തെ മറ്റേ സൈക്കോളജിസ്റ്റായിട്ട് വന്നൊരു പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചില്ല, അത് മറ്റേ പ്യുവർ കോൺഷ്യസ്നെസ്. അതായത് എല്ലാം ഉപേക്ഷിച്ചാലേ ഈ ശുദ്ധബോധത്തിലോട്ട് ഉണരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബോധം ഉദിക്കുക എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധബോധത്തിലോട്ട് ഉള്ള ഉദയം. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ്, ആസക്തികൾ, സെക്സ് എല്ലാം ഉപേക്ഷിക്കുമ്പോൾ മൈൻഡ് ഫ്രീ ആക്കുമ്പോഴാണ് ശുദ്ധബോധത്തിലോട്ട് ഉണരുന്നത്. നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ, സെക്സിനോട് താല്പര്യം, ഭക്ഷണത്തോട് താല്പര്യം, വസ്ത്രത്തോടോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ശുദ്ധബോധത്തിന് പകരം ജീവിബോധം എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത്. ജീവിബോധം ഓഫാകുമ്പോഴേ ശുദ്ധബോധം ഓണാവുള്ളൂ. അതായത് ശുദ്ധബോധവും ജീവിബോധവും തമ്മിൽ കണക്ഷനുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ജീവി എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങൾ, സെക്സ്, ഭക്ഷണം, അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഈ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിബോധമാണ് ഓണായിരിക്കുന്നത്, ശുദ്ധബോധം ഓഫായിരിക്കും. അപ്പോൾ ശുദ്ധബോധം എന്ന് പറയുന്ന പ്യുവർ കോൺഷ്യസ്നെസ് ഓൺ ആവണമെങ്കിൽ ജീവിബോധം ഓഫ് ആവണം. അതായത് ജീവി എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങൾ, സെക്സ് വേണ്ടാന്ന് വയ്ക്കണം, ഭക്ഷണം, അതായത് ശരീരത്തെ പീഡിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അല്ലാതെ ഭക്ഷണത്തോട് ആഗ്രഹം വരരുത്, ലോകത്തൊരു മനുഷ്യനോടോ ഒന്നിനോടോ അറ്റാച്ച്മെൻറ്റ് വരരുത്. ഈ അവസ്ഥയിലൊക്കെ ആകുമ്പോൾ ജീവിബോധം ഓഫാവുകയും ഈ എല്ലാം നിലനിൽക്കുന്ന ശുദ്ധബോധം ഓണാവുകയും ചെയ്യും. അപ്പോൾ ഈ ബ്രഹ്മചാരികൾ പറയുന്ന ഈ സെലബസി എന്ന് പറയുന്നത് നിങ്ങൾ പറയും പോലെ ബെനിഫിറ്റോ ഈ രാജാക്കന്മാർ ചെയ്യുമ്പോൾ അപ്പുറത്തെ രാജ്യം ആക്രമിക്കാൻ വേണ്ടിയുള്ള യുക്തികളല്ല. അത് ഈ ശുദ്ധബോധത്തിലോട്ട് ഉണരാനുള്ള മെത്തേഡാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണണം. അതായത് ഈ ഒരു സംഭവത്തിനെ പല ആളുകൾ സ്പിരിച്വലായിട്ടുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാത്ത ആളുകൾ, ഇപ്പോൾ രാജാക്കന്മാരൊക്കെ ഇത് അപ്പുറത്തെ യുദ്ധങ്ങൾ ജയിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പല രീതിയിൽ ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്.